കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ UDFനെ ഞെട്ടിച്ച് സജി മഞ്ഞക്കടമ്പിൽ UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. അവശിഷ്ട മാണി ഗ്രൂപ്പായി പ്രവർത്തിക്കുവാൻ താൽപ്പര്യമില്ല. പാർട്ടിയിൽ മോൻസ് ജോസഫിന്റെ പീഡനം മൂലമാണ് തന്റെ രാജിയെന്ന് സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കി. നിലവിൽ UDF മടുത്തു. മോൻസ് ജോസഫുള്ള പാർട്ടിയിലും മുന്നണിയിലും ഇനി പ്രവർത്തിക്കില്ല. അതിനാൽ മുന്നണിയും പാർട്ടിയും വിടുന്നു. മുന്നണിയിൽ കനത്ത അവഗണനയാണ് നേരിട്ടത്. മുന്നണി ചെയർമാനായിട്ടും പ്രധാന പരിപാടികളിൽ വേണ്ട പ്രാധാന്യം കിട്ടിയില്ല. തിരഞ്ഞെടുപ്പ് വാർത്തകളിൽ പോലും തന്റെ പേരില്ലായിരുന്നു. ഒരു പാവയായി ഇനിയും സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മോൻസ് ജോസഫിന്റെ കൈകളിലാണ്. അപമാനിച്ചില്ലാതാക്കാനുള്ള ശ്രമമാണ് ഇക്കൂട്ടർ നടത്തുന്നതെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. കോട്ടയം പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായി സജി മഞ്ഞക്കടമ്പിൽ അറിയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സജി മുൻപ് പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ അറിയിച്ചിരുന്നു. എന്നാൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പാർട്ടി നിശ്ചയിക്കുകയായിരുന്നു. കോട്ടയം സ്വദേശിയായ സജിയെ ഒഴിവാക്കിയാണ് പത്തനംതിട്ട സ്വദേശിയായ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്തുകൊണ്ടും താൻ യോഗ്യനാണെന്നും വിജയസാധ്യത തനിക്കാണെന്നും സജി പാർട്ടിയെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിലപാട് തിരുത്തുകയും ചെയ്തു. പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തർക്കമില്ലെന്നായിരുന്നു സജിയുടെ പിന്നീടുള്ള നിലപാട്.